അഭിസ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും, ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും റോയ് സാറിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതയെക്കുറിച്ചുള്ള ട്വിസ്റ്റുകളും ഓരോ സംഭവങ്ങളും ഓരോ അപ്ഡേറ്റുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി വന്ന അപ്ഡേറ്റാണ് താൻ 9 പേജ് അടങ്ങിയ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആരാണ് തൻ്റെ മരണത്തിന് ഉത്തരവാദിയെന്നും എങ്ങനെയാണ് താൻ മരിക്കാൻ കാരണം എന്നും ആ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. മാത്രമല്ല, തൻ്റെ ഡയറിയിൽ തൻ്റെ കമ്പനി വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇനി തൻ്റെ കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആര് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹം വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാണ് CID ഓഫീസേഴ്സ് ഇപ്പോൾ പറയുന്നത്. ഇനിയും ഒരുപാട് ആൾക്കാരെ അവർ തെളിവെടുപ്പിനായിട്ട് വിളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, ഞാൻ പോകുന്നത് 2011 2011 ഒരു IAS ഓഫീസർ ഉണ്ടായിരുന്നു. DK രവി എന്നായിരുന്നു സാറിൻ്റെ പേര്. 46 ഏക്കർ ഗവൺമെൻറ് പ്രോപ്പർട്ടി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ റോയ് സാറും കയ്യേറ്റം ചെയ്തു വച്ചേക്കുന്നു എന്നതിൻ്റെ തെളിവുൾപ്പെടെ മീഡിയക്കാർക്ക് എത്തിച്ചു കൊടുത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടിയ, ഗവൺമെൻറ് പ്രോപ്പർട്ടി വിട്ടു തരിക, ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ കളികളൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് വളരെ ധൈര്യത്തോടു കൂടി വന്ന് സംസാരിച്ച, റോയ് സാറിനെതിരെ സംസാരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, DK രവി സാർ. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം 2015 സ്വവസതിയിൽ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഞാൻ ഒരു ചെറിയൊരു ന്യൂസിൻ്റെ കുറച്ച് പോർഷൻ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. Mysterious death of DK Ravi has become the latest flashpoint between the Karnataka government and the opposition. In fact, MLAs of the BJP and the JDS spent the night inside Vidhan Sauda demanding a CBI probe into DK Ravi's death. In fact, later in the day, Ravi's parents and family members did the same, protesting outside the Vidhan Sauda, demanding justice for their 36-year-old son. Okay. അതായത് റോയ് സാറിനെതിരെ ഈ ഒരു 2011 ഈ ഒരു കാര്യം കൊണ്ട് ഇദ്ദേഹം വരുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പേരും രവി സാറിൻ്റെ പേരും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന പേരും ലോകമെമ്പാടുമുള്ള ആൾക്കാർ അറിയുന്നത്. കാരണം 46 ഏക്കർ ഗവൺമെൻറ് പ്രോപ്പർട്ടി കയ്യേറ്റം ചെയ്തു വച്ചിരുന്ന ഈ ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെതിരെ ശബ്ദമുയർത്താനായിട്ട് ആ സമയത്ത് ആരും തന്നെ ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ധൈര്യപ്പെട്ട ഒരു വ്യക്തി DK രവി സാർ എന്ന ജീവനോടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ മരണം ഒരു ആത്മഹത്യ അല്ല. തന്നെ 36-ാമത്തെ വയസ്സിൽ താൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തൻ്റെ സഹോദരരും പേരൻസും എല്ലാം പറയുകയും ഈ ഒരു മരണത്തിന് അന്വേഷണം വേണമെന്ന് പറയുകയും ചെയ്തു. ഈ ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കാം. BJP is not today. Right from the beginning, when I became Home Minister, they're attacking me. If they got any proof, if any of my company has raided or evaded tax, I can answer them. You please ask them what is the proof against them. See, investigation is going on. Whatever I want, I already disclosed made a statement in the assembly. I stand for it. In fact, those are shots of Chief Minister Siddaramaiah meeting the parents and other family members of the IS officer DK Ravi. As I said, they were protesting outside the Vidhan Sauda. In fact, the Chief Minister had asked them, invited them to his chamber inside the Vidhan Sauda. The request was turned down by the parents, and the Chief Minister had to come outside the Vidhan Sauda to meet the parents. There on the screen, you can see also Minister in Siddaramaiah's cabinet, DK Shivkumar, along with Chief Minister Siddaramaiah talking to the parents. അതായത് തൻ്റെ മരണത്തിന് ദുരൂഹതയുണ്ടെന്നും തൻ്റെ മകൻ്റെ മരണത്തിന് ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് തൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സ് വരികയും ഒരു സുപ്രഭാതത്തിൽ, ഒരു വർഷം തികഞ്ഞ് ഉണ്ടാവത്തില്ല, ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം സ്വകാരണമുള്ള ആത്മഹത്യ എന്നുള്ള രീതിയിൽ പറയണ്ടായ ഒരു കൊലപാതകമാണ് എന്ന് തെളിയിക്കുവാനായിട്ട് ആദ്യം CID ഓഫീസേഴ്സിനെ ഏർപ്പാട് ചെയ്തു. അവസാനം CBI ഓഫീസേഴ്സിലോട്ട് അത് മാറി. അവസാനം തൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം, തൻ്റെ ഫാമിലി പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അവസാനം റിപ്പോർട്ടുകൾ വന്നതും ആ കേസ് തേഞ്ഞുമാഞ്ഞ് കളഞ്ഞത്. എത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്ന വലിയ ബിസിനസ് ഉടമകളായാലും എന്തെങ്കിലുമൊക്കെ ചതിവും എന്തെങ്കിലുമൊക്കെ കുതികാല് വെട്ടിയൊക്കെ ആയിരിക്കും കയറി വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ഒരു വ്യക്തി ചെറിയ എന്തെങ്കിലും ഫാമിലി പ്രശ്നം കാരണം സൂയിസൈഡ് ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. ആ സമയം മുതൽ 2015 ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ റോയ് സാറിൻ്റെ പേരാണ് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റോയ് സാറാണ് ഇത് ചെയ്തത്, റോയ് സാറാണ് ഇത് ചെയ്യുവാൻ കാരണക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ മുഴുവൻ അലിഗേഷൻസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ വളരെ ധൈര്യമായിട്ടുള്ള, വളരെ ധൈര്യപൂർവമായിട്ടുള്ള, വളരെ പ്രൗഡായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ ഉള്ള ഒരു ഇന്ത്യയിലെ തന്നെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു DK രവി സാർ. അദ്ദേഹം മരണപ്പെട്ടു. ഒരുപാട് പ്രഷറുകൾ അദ്ദേഹത്തിന് ഉണ്ടായി കാണും. തൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ ഫാമിലി മെമ്പേഴ്സിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഒരുപാട് ഒരുപാട് പ്രഷറുകൾ അദ്ദേഹത്തിന് ഉണ്ടായി കാണും, ഉറപ്പായിട്ടും ഉണ്ടായി കാണും. കാരണം ഇമാതിരി വലിയൊരു അലിഗേഷൻസ് മുന്നോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ ചുമ്മാ ഇരിക്കത്തില്ല. കാരണം ഇങ്ങനെയുള്ള വലിയ വലിയ നേതാക്കന്മാരുടെയൊക്കെ ഫണ്ട് വരുന്നത് ഇങ്ങനെയുള്ള വലിയ തലപ്പന്മാരായിട്ടുള്ള ബിസിനസ് മുതലാളിമാരുടെ അടുത്തു നിന്നാണ് വലിയ വലിയ ഫണ്ടുകളൊക്കെ വരുന്നത്. ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഉണ്ട ചോറിന് നന്ദി കാണിക്കണ്ടേ? അപ്പോൾ അവർ അവരുടെ കൂടെ നിൽക്കും. ഇപ്പോൾ എത്ര വലിയ നേതാക്കന്മാരായാലും എത്ര വലിയ ആൾക്കാരായാലും നിൽക്കും. സോ അങ്ങനെ ഈ ഒരു മരണം ആരും അറിയാതെ ജസ്റ്റ് ഒരു ആത്മഹത്യ, സൂയിസൈഡ് ആണ് എന്നുള്ള ലേബലിൽ ആ ഒരു മരണം സൂയിസൈഡായിട്ട് തേഞ്ഞു മാനിപ്പോയി. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ഇൻ കേസ് ചിലപ്പോൾ അന്ന് മുതൽ ഇന്നലെ വരെ, അല്ലെങ്കിൽ ഇദ്ദേഹം മരിക്കുന്നതിൻ്റെ ആ ഒരു സമയം വരെയും ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികൾ ഒരുപക്ഷെ ഈ ഓഫീസേഴ്സ് വെളിയിൽ കൊണ്ടുവന്നതാണെങ്കിലും ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയ ആ ഒരു പേര് പെട്ടെന്ന് താഴുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ജീവൻ വേണ്ട, ഇനി ജീവിക്കേണ്ട എന്ന് തോന്നിയതാണെങ്കിലും വേറൊന്നും വിചാരിക്കേണ്ട. ഇങ്ങനെ ചതിച്ച അല്ലെങ്കിൽ ചതിയിൽപ്പെടുത്തിയ ആൾക്കാരുടെ മകനോ മകളോ അല്ലെങ്കിൽ അവരുടെ ഒരു ടീമോ അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്ത് ഒരു പക്ഷേ ഇദ്ദേഹത്തെ കൊന്നതാണെങ്കിലും ഒരുപാട് പ്രഷർ ചെലുത്തി എല്ലാ സ്ഥലത്തു നിന്നും പ്രഷറായി ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ ഈ സാറിൻ്റെ നമ്മുടെ റോയ് സാറിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇദ്ദേഹം പറയുന്നു ഇദ്ദേഹം പെട്ടെന്നൊരു പ്ലെയിൻ ക്രാഷോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം ലാ 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 പാട്ടുപാടി നിന്ന് മരണത്തെ സ്വീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. കാരണം ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വളരെ പാടാണ്. സോ അതുകൊണ്ട് അത് പോയ അവസ്ഥയിൽ എനിക്കും ഇനി ജീവിക്കണ്ട എന്നുള്ള ലേബലിലായിരിക്കാം. അത് മാത്രമല്ല, ഒരു ചെറിയൊരു മിസ്റ്ററി ഇതിനകത്ത് കിടന്ന് കറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് നമ്പർ എന്ന് പറയുന്നത് 3 അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് നമ്പർ എന്ന പല ഇൻ്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം മരിച്ച സമയവും വൈകുന്നേരം 3 മണി മുതൽ 3:10 വരെയുള്ള ഏതോ ഒരു സമയത്താണ്. സോ പറഞ്ഞു വന്നത് വീണ്ടും ഇനിയും ഒരുപാട് മിസ്റ്റേക്സ് ഈ മരണത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരുപാട് പേര് ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുവാൻ ഇനി ധൈര്യപ്പെട്ട് വരുവാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ചോദ്യം ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. ആൻഡ് വെയിറ്റ് ആൻഡ് സീ.